ഒരുപാട് കൂട്ടം കൂടി നടക്കുന്നതിനേക്കാളും ഒറ്റക്ക് നടക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം നമ്മൾ മനുഷ്യന്മാരെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വ്യത്യസ്തരായിരിക്കും. എൻ്റെ ഇഷ്ടങ്ങളായിരിക്കില്ല എൻ്റെ കൂടെ നടക്കുന്ന ആൾക്ക്. എനിക്ക് നീലയാണ് ഇഷ്ടമെങ്കിൽ ആൾക്ക് മഞ്ഞയായിരിക്കും ഇഷ്ടം. എനിക്ക് മധുരമാണ് ഇഷ്ടമെങ്കിൽ ആൾക്ക് ഉപ്പായിരിക്കും ഇഷ്ടം. ഞാൻ കുറച്ച് ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ ആൾ ഒട്ടും ദേഷ്യമില്ലാത്ത ആളായിരിക്കും. ഞാൻ ഒരുപാട് തമാശ പറയുന്ന ആളാണെങ്കിൽ മറ്റേ ആൾ ഗൗരവക്കാരനുമായിരിക്കും. ഇങ്ങനെ ഓരോ കാര്യങ്ങളെടുത്ത് നോക്കുമ്പോൾ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ മറ്റേ ആൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സന്തോഷമില്ലാത്ത സന്ദർഭങ്ങളിൽ പോലും നമ്മൾ സന്തോഷം നടിക്കേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ ദേഷ്യപ്പെടേണ്ട സാഹചര്യത്തിൽ പോലും നമുക്ക് ദേഷ്യം അടക്കി പിടിച്ച് നിൽക്കേണ്ടി വരും. എന്നാൽ ഞാൻ ഒറ്റക്കാണെങ്കിലോ എൻ്റെ ഇഷ്ടം എനിക്ക് മാത്രമല്ല അറിയൂ. അപ്പോൾ എനിക്കത് നന്നായിട്ട് ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇഷ്ടപ്പെട്ട ഒരു സിനിമക്ക് പോകുമ്പോൾ അത് എത്രത്തോളം കൂടെ വരുന്ന ആൾക്ക് ഇഷ്ടപ്പെട്ടതാണ് എന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല. ഇനി ഇഷ്ടപ്പെട്ട ഒരു സുഹൃത്ത് നമ്മളൊരു സിനിമ കാണാൻ ക്ഷണിക്കുമ്പോൾ അത് നമുക്കിഷ്ടപ്പെട്ട സിനിമയാണോ എന്ന കാര്യവും നമ്മൾ ചിലപ്പോൾ ആലോചിക്കാറില്ല. അവൻ വിളിച്ചതല്ലേ, ഒന്ന് പോയേക്കാം എന്ന് കരുതി പോകുന്നതാണ്. 2-2.5 മണിക്കൂർ വെറുതെ അഡ്ജസ്റ്റ് ചെയ്ത് ആ മൂവി കണ്ട് സമയം തീർത്തിട്ട് നമ്മൾ വരും. ഫ്രണ്ട്ഷിപ്പല്ലേ അതിൻ്റെ പേരിൽ, സൗഹൃദത്തിൻ്റെ പേരിൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും നിലനിൽക്കണമെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ നമ്മൾ പോകുന്നത് സിനിമക്കാണെങ്കിൽ ആ സിനിമ കാണാനാണ് പോകുന്നതെന്ന ബോധ്യത്തോടു കൂടി നമ്മൾ പോകണം. നമ്മൾ ഒറ്റക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ പോകുന്നത് എന്ത് കാര്യത്തിനാണോ ആ കാര്യത്തിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധിക്കും. സിനിമ കാണാനാണ് പോകുന്നതെങ്കിൽ സിനിമ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ഒറ്റക്ക് അത് ആസ്വദിച്ച് കാണും. അതുപോലെ തന്നെ യാത്രകൾ ചെയ്യുമ്പോൾ ഈ കാറിലും മെട്രോയിലും ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് നമ്മുടെ നാട്ടിലെ KSRTC ബസ്സിലും തീവണ്ടിയിലും അതുപോലെ തന്നെ ഓട്ടോയിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ്. ഒരുപാട് പേർ ഒരുമിച്ചാണ് ആ യാത്ര പോകുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റൂല. ബഹളം തന്നെയായിരിക്കും. നേരെ മറിച്ച് നമ്മൾ ഒറ്റക്കാണെങ്കിലോ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ഓരോന്നാലോചിച്ച് പുറത്തുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഒരു സ്വപ്ന ലോകത്തൂടെ നമുക്ക് സഞ്ചരിക്കാം. കുറേ നല്ല നിമിഷങ്ങൾ നമുക്ക് ആ യാത്രയിലുടനീളം ലഭിക്കും. നേരെ മറിച്ച് ബഹളത്തോടു കൂടി ഒരുപാട് പേർ കൂട്ടമായിട്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിലോ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കാറ് പോലുമില്ല. ചിലപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് പോലും നമ്മൾ ചിന്തിക്കാറില്ല. ആ സ്ഥലത്ത് എത്തുമ്പോഴായിരിക്കും നമ്മളത് ആലോചിക്കുക. നേരെ മറിച്ച് നമ്മൾ ഒറ്റക്കാണെങ്കിലോ നമ്മൾ ആ യാത്ര തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ നമ്മൾ പോകുന്ന സ്ഥലത്തിനെക്കുറിച്ചും അവിടെ നമുക്കുണ്ടാവുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഭാവനയിൽ ഓരോന്ന് ചിന്തിക്കും. നമുക്കത് നേടുന്നതും പോയ കാര്യങ്ങൾ നമ്മൾ വിജയത്തോടു കൂടി നേടിയെടുത്ത് തിരിച്ചു വരുന്നതും സന്തോഷവും അങ്ങനെ പലതും നമ്മൾ ഭാവനയിൽ ചിന്തിച്ച് സന്തോഷിച്ച് പുറത്തുള്ള പുഴയും കാടും വാഹനങ്ങളും വ്യത്യസ്തരായ മനുഷ്യരും അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ട് സന്തോഷത്തോടു കൂടിയായിരിക്കും നമ്മൾ ആ യാത്ര അവസാനിപ്പിക്കുക. ഏകാന്തത നല്ലതാണ്. നമ്മളെക്കുറിച്ച് അറിയാനും നമ്മളെ സ്വയം വിലയിരുത്താനും അങ്ങനെ ഒരു ഫീലിങ്ങിലൂടെ നമ്മൾ കടന്നു പോകണം. നമ്മളെപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കും. നമ്മളെപ്പോഴാണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുക? ഒറ്റയ്ക്കിരിക്കുമ്പോൾ തന്നെയാണ് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതും നമ്മളിനി എന്തൊക്കെ ചെയ്യണം, നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ജീവിതം നല്ല രീതിയിലാണോ പോകുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. ഒരുപാട് പേർ കൂട്ടമായിരിക്കുമ്പോൾ ആരെങ്കിലും ഇതൊക്കെ ചിന്തിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ ഏകാന്തത സൂപ്പറാണ്, അടിപൊളിയാണ്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഏകാന്തത വേറെ ലെവല്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.